മൂന്നാറിൽ കാട്ടുകൊമ്പൻ പടയപ്പയുടെ ആക്രമണത്തിൽ യുവതിക്ക് പരിക്ക്. തൃശൂർ സ്വദേശി ഡിൽജയ്ക്കാണ് പരിക്കേറ്റത്. വകുവരി എസ്റ്റേറ്റിന് സമീപത്ത് വെച്ചാണ് ആക്രമണമുണ്ടായത്. വാർത്തയുടെ വിശദാംശങ്ങളുമായി ബിനീഷ് ആന്റണി ചേരുന്നു. ബിനീഷ്, ഇടുക്കിയുടെ മൂന്നാറിൽ അടക്കമുള്ള ഭാഗങ്ങളിൽ നിരന്തരമായി കാട്ടാനയുടെ സാന്നിധ്യം റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു. ഇന്നലെ രാവിലെ അടക്കം കാട്ടാനക്കൂട്ടം തേയിലത്തോട്ടത്തിൽ എത്തുന്നു. ഇന്ന് കാട്ടാന പടയപ്പയുടെ ആക്രമണത്തിൽ ഒരു യുവതിക്ക് പരിക്കേൽക്കുന്നു. ഈ പടയപ്പയുടെ കാര്യമാണെങ്കിൽ ഇടയ്ക്കിടെ അത് ജനവാസ മേഖലയിൽ എത്തുന്നു, തിരിച്ച് കാട് കയറ്റുന്നു, വീണ്ടും അത് ജനവാസ മേഖലയിലേക്ക് എത്തുന്നു. ഇത്തരത്തിലാണ് ഈ പടയപ്പയുടെ കാര്യം എടുത്തു നോക്കുകയാണെങ്കിൽ പറയാനുള്ളത്. ഇപ്പോൾ വീണ്ടും പടയപ്പ ജനവാസ മേഖലയിൽ എത്തിയിരിക്കുന്നു. ഒരു യുവതിക്ക് പടയപ്പയുടെ ആക്രമണത്തിൽ പരിക്കേറ്റിരിക്കുന്നു. യുവതിയുടെ ആരോഗ്യനില എങ്ങനെയാണ്? അതോടൊപ്പം തന്നെ പടയപ്പ ഇപ്പോഴും ജനവാസ മേഖലയിൽ തുടരുകയാണോ? വൃന്ദ, ഇന്നലെ രാത്രി 1 മണിയോടെയാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടാകുന്നത്. തൃശൂർ സ്വദേശികൾ, അതായത് ദിൽജയും മകൻ ബിനിലും അമ്മയും മകനുമാണ് ഈ ബൈക്കിൽ യാത്ര ചെയ്ത് മറയൂരിലെ ഒരു സ്വകാര്യ സ്കൂളിലെ പരിപാടിയോടനുബന്ധിച്ച് മേക്കപ്പ് ഇടാൻ വേണ്ടി തന്നെയായിരുന്നു ഇവരെ രണ്ടുപേരും കൂടെ യാത്ര തിരിച്ചത്. 1 മണിയോടെയാണ് ഏകദേശം വാഗവാറിയിൽ എത്തുന്നത്. വാഗവാറിയിൽ എത്തിയപ്പോൾ തന്നെ പടയപ്പ ആ റോഡിൽ നിലയുറപ്പിച്ചിരിക്കുകയായിരുന്നു. പെട്ടെന്ന് ആനയെ കണ്ട ഉടനെ തന്നെ ഇവർ ബൈക്ക് ഇട്ട് ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിലാണ് പടയപ്പ അമ്മ ദിൽജയെ പൊക്കി എടുത്ത് എറിയുന്നത്. ദിൽജ റോഡിൽ വീണതോടെ ആളുകളെല്ലാം തന്നെ അവിടെ അതുവഴി വന്ന വാഹനങ്ങളെല്ലാം തന്നെ ഹോണടിച്ച് ബഹളം ഉണ്ടാക്കി. പിന്നീടാണ് ഈ പടയപ്പ ഇവിടെ നിന്ന് പിൻവാങ്ങിയത്. തുടർന്ന് മറയൂരിലെ വനംവകുപ്പിന്റെ ആംബുലൻസിലാണ് മൂന്നാറിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രാഥമിക ചികിത്സ നൽകിയ ശേഷം ഇപ്പോൾ തൃശ്ശൂരിലെ ഒരു ആശുപത്രിയിൽ ഇപ്പോൾ ചികിത്സ തേടിയിരിക്കുന്നത്. ഇവരുടെ ആരോഗ്യനില ഇപ്പോൾ ഈ നട്ടലിന്, അതായത് ഇടുപ്പല്ലിന് പൊട്ടലുണ്ടെന്നാണ് അറിയാൻ സാധിക്കുന്നത്. അതിന്റെ ഒരു ചികിത്സ പുരോഗമിക്കുകയാണ്. കൂടുതൽ പരിക്കുകൾ ഇല്ലെന്നാണ് നമുക്ക് വനംവകുപ്പിൽ നിന്ന് അറിയാൻ സാധിച്ചത്. ഏതായാലും ഈ കഴിഞ്ഞ ദിവസങ്ങളിലും ഈ പടയപ്പ സമാന രീതിയിൽ തന്നെ തലയാർ നൈമക്കാട് എസ്റ്റേറ്റിന് സമീപം എത്തിയിരുന്നു. ഷൂട്ടിംഗ് കഴിഞ്ഞു വന്ന സംഘത്തിന് നേരെ ആക്രമണം ഉണ്ടായിരുന്നു. അവരുടെ ടെമ്പോ ട്രാവലർ പൂർണ്ണമായും തന്നെ നശിപ്പിച്ചു. 6 പേരായിരുന്നു ഇതിൽ യാത്ര ചെയ്തത്. ഇവർ തലനാരഴിക്ക് തന്നെയാണ് രക്ഷപ്പെട്ടത്. വലിയ രീതിയിലുള്ള ബഹളം വെച്ചതോടെയാണ് പടയപ്പ പിന്നീട് അവിടുന്ന് പിൻവാങ്ങിയത്. ഏതായാലും പടയപ്പ വലിയ രീതിയിലുള്ള ഒരു മതപ്പാടിലാണുള്ളത്. വാഹനങ്ങൾക്ക് നേരെ ആക്രമണം ഉണ്ടാക്കുന്നു, അതോടൊപ്പം തന്നെ ആളുകൾക്ക് നേരെ ആക്രമണം ഉണ്ടാക്കുന്നു. കഴിഞ്ഞ വർഷം ഫെബ്രുവരി പകുതിയോടെ ഇതേപോലെ തന്നെ പടയപ്പയ്ക്ക് മതപ്പാടുണ്ടാവുകയും പിന്നീട് നിരവധി വാഹനങ്ങൾ ആക്രമിക്കുന്ന ഒരു സ്വഭാവ സ്ഥിതി ഉണ്ടായിരുന്നു. അന്ന് വനവകുപ്പ് മന്ത്രി ഇടപെട്ട് പ്രത്യേക RRT സംഘത്തിനെ നിയോഗിച്ചു. ഡ്രോൺ നിരീക്ഷണം ശക്തമാക്കിയിരുന്നു. പിന്നീടാണ് പടയപ്പയുടെ മതപ്പാട് മാറിയ പിന്നീട് പടയപ്പ ശാന്തമാക്കുകയായിരുന്നു. ഏതായാലും മുൻകാലങ്ങളെ അപേക്ഷിച്ച് പടയപ്പ വളരെ ശാന്തനായി നിൽക്കുകയാണെങ്കിൽ ഇപ്പോൾ വലിയ രീതിയിലുള്ള ആക്രമണം അഴിച്ചുവിടുന്ന ഒരു സ്ഥിതിവിശേഷമാണുള്ളത്. പണ്ടെല്ലാം പടയപ്പ ജനവാസ മേഖലയിൽ ഇറങ്ങിയാൽ തന്നെ അവിടെയുള്ള ഭക്ഷണം അകത്താക്കിയ ശേഷം പിന്നീട് കാട്ടിലേക്ക് മടങ്ങുന്ന, അല്ലെങ്കിൽ പിന്നീട് തിരിച്ചു മടങ്ങുന്ന ഒരു ശാന്ത സ്വഭാവക്കാരനായിരുന്നു. അന്നൊന്നും ആളുകൾക്ക് ഒരു ഭയാശങ്കയും ഇല്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ ഈ പടയപ്പയുടെ ഒരു ആക്രമണം തോട്ടം തൊഴിലാളികളടക്കം വലിയ രീതിയിലുള്ള ഒരു ആശങ്ക ഉണ്ടാക്കിയിരിക്കുകയാണ്. പടയപ്പ മാത്രമല്ല, ഇപ്പോൾ നിലവിൽ തോട്ടം മേഖലയിൽ നിരവധി കാട്ടാനക്കൂട്ടങ്ങൾ ഇറങ്ങുന്ന സ്ഥിതിവിശേഷമുണ്ട്. അതോടൊപ്പം തന്നെ ഒറ്റക്കൊമ്പന്മാർ ഇതെല്ലാം തന്നെ ഇപ്പോൾ ഈ വേനൽ കനക്കുന്നതോടെ തന്നെ ജനവാസ മേഖലകളിലേക്ക് ഇറങ്ങുന്ന ഒരു സ്ഥിതിവിശേഷം തന്നെയാണ് നിലവിലുള്ളത്. അതുകൊണ്ട് തന്നെ ഇവിടെയുള്ള തൊഴിലാളികൾ വലിയ ഭയപ്പാടോടെയാണ് ഈ ജോലിക്ക് പോകുന്നതെല്ലാം തന്നെ. ഏതായാലും ഇപ്പോൾ ഈ പടയപ്പയെ നിരീക്ഷിക്കാൻ വാച്ചർമാരുണ്ടെങ്കിൽ തന്നെയും പടയപ്പ പകൽ സമയങ്ങളിൽ കാട്ടിൽ വിശ്രമിച്ച ശേഷം രാത്രിയോടെയാണ് ഈ ദേശീയപാത അടക്കമുള്ള സ്ഥലങ്ങളിലേക്ക് ഇറങ്ങുന്നത്. ഈ ദൃശ്യങ്ങൾ കാണുന്നത് ഇതിനുശേഷം ഈ ഒരു ലോറി തടഞ്ഞ ഒരു ദൃശ്യമാണ് ഇപ്പോൾ കാണാനിടയാണ്. വലിയ രീതിയിൽ ബഹളം വെച്ചതോടെയാണ് ഈ ലോറിയിൽ നിന്നും പടയപ്പ പിൻവാങ്ങി റോഡിൽ നിന്നും മാറി നിൽക്കുന്നത്. ഇതെല്ലാം തന്നെ വലിയ രീതിയിലുള്ള ആശങ്ക ഉണ്ടാക്കുന്നുണ്ട് ആളുകൾ. കാരണം ഇവിടെയുള്ള പ്രാദേശിക തലത്തിൽ ഇപ്പോൾ പടയപ്പ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ
സമയങ്ങളിൽ തന്നെ വാട്സപ്പ് ഗ്രൂപ്പുകൾ വഴി ഈ പ്രാദേശിക തലത്തിലുള്ള ആളുകൾക്ക് മെസ്സേജ് ലഭിക്കുന്നുണ്ട്. പടയപ്പ ഈ റോഡിലുണ്ട്, സൂക്ഷിച്ചു പോകുക എന്നുള്ള മെസ്സേജുകൾ ലഭിക്കുന്നുണ്ട്. പക്ഷേ പുറത്തുനിന്ന് വിനോദസഞ്ചാരികളോ അല്ലെങ്കിൽ അത്തരത്തിൽ പുറത്തുനിന്ന് ആളുകൾക്ക് ഇതൊന്നും അറിയാൻ സാധിക്കുന്നില്ല. ഇവർ ഈ വഴി യാത്ര ചെയ്യുന്നു, പെട്ടെന്ന് ആനയുടെ മുൻപിൽ പെടുന്നു, വലിയൊരു അപകടത്തിന് വലിയ കാരണമാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വനവകുപ്പ് ഈ ഇക്കാരണങ്ങളെല്ലാം ചൂണ്ടിക്കാട്ടി വനവകുപ്പ് അത്തരത്തിലൊരു അടിയന്തര നടപടി സ്വീകരിക്കും എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഏതായാലും പടയപ്പയെ നിരീക്ഷണം ശക്തമാക്കാൻ തന്നെ കൂടുതൽ വാച്ചർമാരെയും RFP സംഘത്തെയും നിയോഗിക്കും എന്നാണ് നമുക്ക് വനവകുപ്പിൽ നിന്ന് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. ശരി ബിനീഷ്.